ഷാർജയിലെ ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ വർധന. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ എണ്ണം 20,000 കടന്നു. മുൻ വർഷത്തേക്കാൾ 30% വർധന. മുംബൈയിൽ നടന്ന ഷാർജ ഇന്ത്യൻ ബിസിനസ് ഫോറത്തിൽ ചേംബർ ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ വൈസ് ആണ് ഇന്ത്യൻ കമ്പനികളുടെ കണക്കുകൾ അവതരിപ്പിച്ചത്. ഓരോ വർഷവും ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തുന്നതായി സുൽത്താൻ അൽ വൈസ് അറിയിച്ചു. എമിറേറ്റിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ് പ്രധാന കാരണം. ഷാർജയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയും പുനർകയറ്റുമതിയും ചേർന്ന് 57.6 കോടി ദിർഹം പിന്നിട്ടതായും അബ്ദുള്ള സുൽത്താൻ പറഞ്ഞു. എമിറേറ്റിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, അടിസ്ഥാന സൗകര്യങ്ങൾ, വൈവിധ്യമാർന്ന വ്യവസായ മേഖലകൾ തുടങ്ങിയവ ഇന്ത്യൻ നിക്ഷേപകർക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ഷാർജയിലെ നിക്ഷേപ അവസരങ്ങൾ ഇന്ത്യൻ വ്യവസായികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോറം സംഘടിപ്പിച്ചത്. വേനൽക്കാലത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഗതാഗത ബോധവത്കരണ ക്യാമ്പയിൻ ആരംഭിച്ച റാസൽ ഖൈമ പോലീസ്. അപകടരഹിത വേനൽക്കാലം എന്ന പേരിലാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പരിശോധനയും ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ റാസൽ ഖൈമ ജനറൽ റിസോഴ്സസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഈ വർഷത്തെ 3ാമത്തെ ഏകീകൃത ക്യാമ്പയിനാണ് ആരംഭിച്ചത്. വേനൽക്കാല ഗതാഗതം അപകടരഹിതമാക്കുകയാണ് ലക്ഷ്യം. റാസൽ ഖൈമ വെഹിക്കിൾ വില്ലേജിൽ നടന്ന പ്രചാരണ പരിപാടി പോലീസ് ഡെപ്യൂട്ടി കമാൻഡർ ജമാൽ അഹമ്മദ് അൽ തൈർ ഉദ്ഘാടനം ചെയ്തു. എമിറേറ്റിന്റെ എല്ലാ മേഖലകളിലും ഗതാഗത ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. വേനൽക്കാല അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡുകളിൽ സുരക്ഷ ഒരുക്കുന്നതിനുമാണ് പദ്ധതി. ഗതാഗത നിയമങ്ങൾ പാലിക്കുകയും പൊതുസുരക്ഷ ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് റാസൽ ഖൈമ പോലീസ് അറിയിച്ചു. ഗതാഗത നിയമലംഘകരെ പിടികൂടുന്നതിന് AI ക്യാമറയുമായി ഒമാനും മൊബൈൽ ഫോൺ ഉപയോഗം അടക്കം പിടികൂടുകയാണ് ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്യാമറകൾ രാജ്യത്തെ നിരത്തുകളിൽ സ്ഥാപിച്ചു വരികയാണ് റോയൽ ഒമാൻ പോലീസ്. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതുമാണ് ലക്ഷ്യം. മനുഷ്യ ഇടപെടൽ ഇല്ലാതെ തന്നെ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ ശൃംഖലകളാണ് സ്ഥാപിക്കുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അലി ബിൻ സലൈം അൽ ഫലാഹി അറിയിച്ചു. അമിത വേഗത, റെഡ് സിഗ്നൽ ലംഘനങ്ങൾ, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ഡ്രൈവിംഗിനിടയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ സ്മാർട്ട് ക്യാമറകൾ പിടികൂടും. ഗുരുതര ഗതാഗത നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് താത്കാലികമായി റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. ഷാർജയിൽ ഗതാഗത നിയമലംഘന പിഴകൾക്ക് 35% ഇളവ് പ്രഖ്യാപിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പിഴ അടയ്ക്കുന്നവർക്കാണ് ഇളവ് ലഭിക്കുക. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റേതാണ് തീരുമാനം. നിയമലംഘനം രേഖപ്പെടുത്തി 60 ദിവസങ്ങൾക്കുള്ളിൽ പിഴത്തുക അടയ്ക്കുന്നവർക്ക് ഷാർജയിൽ 35% ഇളവാണ് ലഭിക്കുക. പിഴത്തുക 1 വർഷത്തിനുള്ളിലാണ് അടയ്ക്കുന്നതെങ്കിൽ 25% ഇളവ് ലഭിക്കും. വാഹനം കണ്ടുകെട്ടൽ, കാലാവധി കണ്ടുകെട്ടൽ ഫീസ്, ലേറ്റ് പേയ്മെന്റ് ഫീസ് എന്നിവയ്ക്കും ഇളവ് ബാധകമാണ്. എന്നാൽ ഗുരുതര ഗതാഗത നിയമലംഘനങ്ങൾക്ക് രേഖപ്പെടുത്തിയ പിഴകൾക്ക് ഇളവ് ലഭിക്കില്ല. ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാലിം ബിൻ സുൽത്താൻ അൽ ഖാസിമിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിലാണ് പിഴ ഇളവ് തീരുമാനിച്ചത്. NTV UAE to the world.